ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണണം. കാരണം ഇന്നത്തെ വീഡിയോ വരുന്നില്ല, സോറി, വാട്സ് ഓൺ മൈ ഫോണാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫോണിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് റിപ്ലൈസ് വന്നു. ഏകദേശം 250 അടുപ്പിച്ച ആൾക്കാർ റിപ്ലൈ ചെയ്തു ആ സ്റ്റോറിക്ക്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് വളരെ സെലക്റ്റീവായിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓവറായിട്ട് പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദി ബെൽ ബട്ടൺ. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ഒക്കെ ചൂസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നോക്കിയ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ തരുന്നത്. അപ്പോൾ ഞാൻ ഫോണിലെല്ലാം കാണിക്കുന്നത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ഞാൻ സൈഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡ് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫോണിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് സൈഡ് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചേട്ടൻ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, എത്ര നാളെ അത് യൂസ് ചെയ്യുന്നു എന്നാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് റിയൽമി XT ആണ്. ഇതാണ് എൻ്റെ ഫോണ്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 8 monthsോളം ആയി വാങ്ങിയിട്ട്. ഇതിനെ ഇറങ്ങിയ ടൈമിൽ മേടിച്ചതാണ്. അബൌട്ട് 16,000 എമൗണ്ട് ആയിട്ടുണ്ട് മേടിച്ച സമയത്ത്. ഇതാണ് ഇപ്പോൾ ഞാൻ കറണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നത് iPhone XRലാണ്. ആ ഫോൺ എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ. ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോൺ ഇതാണ്. ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചേട്ടൻ്റെ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എൻ്റെ ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പർ ഇതാണ്. എൻ്റെ സ്വന്തം പിക്ക് തന്നെയാണ് ഇത്. ഞാൻ എനിക്ക് മിസ് വിച്ചൂസ് എടുക്കുന്ന പിക്കാണ്. എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എടുത്തുന്ന പിക്കാണ് എൻ്റെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ. ഹോം സ്ക്രീനിലാണെങ്കിൽ ഒരു സെൽഫിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂട്ടുള്ള സെൽഫിയാണ്. ഇത് ഏകദേശം ഒരു 6 months ആയിട്ട് ഞാൻ ഫോണിൽ ഇട്ടേക്കുന്നത്, മാറ്റിയിട്ടില്ല ഇവരായിട്ടും. ഇതാണ് എൻ്റെ ലോക്ക് സ്ക്രീൻ ഹോം സ്ക്രീൻ വാൾപേപ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലീസ്റ്റ് യൂസ്ഡ് ആപ്സ് ഇൻ ഒരു ഫോണാണ്. അപ്പം എൻ്റെ ഫോണിൽ ലീസ്റ്റ് യൂസ്ഡ് ആപ്സ് എന്ന് പറയാൻ എനിക്ക് ഈ ഒരു ടൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലുള്ള കുറച്ച് ആപ്സ് കാണിക്കാനുള്ളൂ. ഇതൊക്കെ ഫോണിൽ തന്നെ ഉണ്ടാകുന്ന ആപ്സ് ആണ്. ഞാനത് എന്തൊന്നും പോലും ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ഫോണിലെ ലീസ്റ്റ് യൂസ്ഡ് ആപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ചേട്ടൻ്റെ ഫോണിലെ വാട്സപ്പിൻ്റെ വാൾപേപ്പർ എന്തായിരുന്നു എന്നായിരുന്നു. അപ്പം വാട്സപ്പിൻ്റെ വാൾപേപ്പർ വന്നിട്ട് ഞാൻ ഇതുവരെയും ചാറ്റ് ചെയ്യാത്ത ഒരു കോണ്ടാക്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ വാട്സപ്പിലെ വാൾപേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് തിങ് യു ഗൂഗിളിലാണ്. അപ്പം ഞാൻ എൻ്റെ ഫോണിലെ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ഓക്കെ, ഞാനൊരു ഹെഡ്ഫോൺസിൻ്റെ റിവ്യൂ നോക്കിയായിരുന്നു. സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ഫോൺസിൻ്റെ. അത് ഫ്ലിപ്പിൽ ഇപ്പോൾ നല്ല റേറ്റ് കുറവാണ്. അപ്പം എൻ്റെ ഒറിജിനൽ എമൗണ്ട് എങ്ങനെയാണെന്ന് എൻ്റെ സൈറ്റിൽ കയറി നോക്കിയതാണ്. അതാണ് എൻ്റെ ലാസ്റ്റ് തിങ് യു ഗൂഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ചാറ്റ് വിത്ത് രേഷ്മയായിരുന്നു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ലാസ്റ്റ് ചാറ്റ്. ഞാൻ പപ്പി എന്ത് ചെയ്യുവാന്ന് ചോദിച്ചായിരുന്നു അവളോട്. അപ്പം അവൾ പപ്പിയുടെ വീഡിയോ അയച്ചു തന്നായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ചാറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സെർച്ച് ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ സെർച്ച് ഹിസ്റ്ററി ഞാൻ ലാസ്റ്റ് സെർച്ച് ചെയ്തത് ജിഷ്ണു സതീഷിനെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രജിത് പരമേശ്വരൻ, അനാമിക, വിച്ചു സതീഷ് ഏട്ടൻ, മീനുട്ടി, നിജയ് വിജയൻ ഫോട്ടോഗ്രാഫി, ശ്രുതി, രേവു, അഭിരാമി. ഇത്രയും പേരാണ് എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിലുള്ളത്. ജിഷ്ണുവിനെയും പ്രതിനെയും ലാസ്റ്റ് നോക്കിയത് റീൽസിൽ നിന്ന് 2-3 വോയിസ് അടിച്ചു മാറ്റാൻ വേണ്ടിയായിട്ടാണ് ഞാൻ ലാസ്റ്റ് അവരെ നോക്കിയത്. അവരുടെ റീൽസ് അക്കൗണ്ടിൽ 2-3 വീഡിയോസിൻ്റെ വോയിസ് ഞാൻ അടിച്ചു മാറ്റിയാണ്. അതിന് വേണ്ടി കയറിയതാണ്. അതിനാണ് ലാസ്റ്റ് സെർച്ചിൽ അവർ വന്നത്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, ക്രഷ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കോണ്ടാക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു. പക്ഷെ ഞാൻ ആരെയും കോണ്ടാക്റ്റിൽ അങ്ങനെ സേവ് ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങളുടെ സമാധാനത്തിൽ ഞാൻ കാണിച്ചു തരാം. നോ റിസൾട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്സപ്പിൽ ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരൊക്കെയാണെന്നാണ്. വാട്സപ്പിൽ ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് ഉണ്ട്. പക്ഷെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അത് എനിക്ക് ഈ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജസും കാര്യങ്ങളും മാത്രമേ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ.
പക്ഷേ ഈ ഐഡന്റിറ്റി പറയാൻ മെസ്സേജ് വെച്ചിട്ട് കൊലം കളിക്കുന്ന ആൾക്കാരില്ലേ, അവരെ മാത്രമേ ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ബ്ലോക്ക് കോൺടാക്ട്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് പിക്ക് ഇൻ ഗാലറി ആണ്. പക്ഷെ അതിപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് പിക്ക് നോക്കിയാൽ എനിക്ക് വരാൻ പോകുന്നത് ഇതാണ് എൻ്റെ ലാസ്റ്റ് പിക്ക്. ഞാനിത് എൻ്റെ യൂട്യൂബ് വീഡിയോന് വേണ്ടി ഇപ്പോൾ തമ്മിൽ ഉണ്ടാക്കാനായിട്ട് എടുത്ത സാധനം എടുത്താണ് ലാസ്റ്റ് പിക്ക്. പിന്നെ ലാസ്റ്റ് എടുത്ത പിക്ക്. അപ്പം ഫസ്റ്റ് പിക്ക് തിരിഞ്ഞു പോയി. ലാസ്റ്റ് പിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ അവസാനം എടുത്ത പിക്കും ഫസ്റ്റ് പിക്ക് എന്ന് ഉദ്ദേശിച്ചത് ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഏറ്റവും താഴെ പോകുമ്പോൾ വരുന്ന പിക്കുമാണ്. അങ്ങനെ നോക്കുന്നതിൽ പിക്കാണെങ്കിൽ ഒരു കോട്ടാണ്, ഐ ആം ബ്രോക്കൺ എന്നുള്ളൊരു സാധനം. ഇതാണ് എൻ്റെ ലാസ്റ്റ് പിക്ക് കിടക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. കാരണം നമുക്ക് ഏതൊക്കെയോ ആണ് ലാസ്റ്റ് പിക്ക്, എനിക്ക് അറിയത്ത് പോലും ഇല്ല. പിന്നെ ഒരു ഗസ്സിൽ പറഞ്ഞതാണത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പേഴ്സൺ യു ചാറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ചാറ്റ് ചെയ്തത് എനിക്ക് 3 പിൻ കോൺടാക്ട്സ് ഉണ്ട്. അത് ഒഴിച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ ചാറ്റ് ചെയ്തേക്കുന്നത് ആമിയോടാണ്. ആമിയുടെ ചാറ്റ് അല്ല, ഈ മെസ്സേജ് അങ്ങോട്ട് അയച്ചതാണ്. ഞാൻ അവളുടെ പപ്പി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഹവി ഷാഷ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അങ്ങോട്ട് അയച്ചു. അതാണ് ലാസ്റ്റ് ചാറ്റ്. അടുത്ത എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൺടാക്ട്സ് ഇൻ യുവർ ഫോൺ ആയിരുന്നു. അപ്പം ഒബ്വിയസ്ലി എൻ്റെ കോൺടാക്ട്സ് 1648 ഉണ്ട്. ഫോണിനകത്ത് ഇപ്പോൾ കറൻ്റ്ലി 1648 കോൺടാക്ട്സ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പേഴ്സൺ യു കോൾഡ് ആയിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് കോൾ ചെയ്തേക്കുന്നത് സുദിനെയാണ്, അത് കഴിഞ്ഞ അമ്മേനെയാണ്. രണ്ടുപേരെയാണ് ലാസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായെന്ന് വെച്ചാൽ ലാസ്റ്റ് സെൽഫി ആയിരുന്നു ഫോണിൽ എടുത്തത്. അതും വേറൊന്നുമല്ല, ഞാൻ ഇതിന്റെ തമ്മിൽ ചെയ്യാനായിട്ട് എടുത്ത ഒരു സെൽഫി തന്നെയാണിത്. ഇതാണ് എൻ്റെ ലാസ്റ്റ് സെൽഫി, ഈ ഫോണിലെടുത്ത ലാസ്റ്റ് സെൽഫി ഇതാണ്. അടുത്ത എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ നീരൂട്ടിയുടെ നെയിം ഇൻ കോണ്ടാക്ട് ആണ്. നീരൂട്ടിയുടെ നെയിം നീരുമ്മ എന്നാണ് സേവ് ചെയ്തേക്കുന്നത്, നീരുമ്മ എന്ന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ മോസ്റ്റ് ടെക്സ്റ്റഡ് പേഴ്സൺ ആയിരുന്നു. അപ്പം മോസ്റ്റ് ടെക്സ്റ്റഡ് പേഴ്സൺ കാണിക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് യൂസേജ് കയറിയപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ വന്നത് നീരുവിനെയാണ്. പക്ഷെ നീരുവിനല്ല സംഭവം. കാരണം നീരു എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് കുറേ വീഡിയോസ് ഡോക്യുമെൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇത്രയും MB വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പാണ് എൻ്റെ. അത് കഴിഞ്ഞാൽ നന്ദു ആണ്, അത് കഴിഞ്ഞാൽ ചിന്നൂട്ടിയാണ് വന്നേക്കുന്നത്. പിന്നെ നിഷാമ എൻ്റെ കോളേജിലെ ട്യൂട്ടറാണ്, നോട്ട്സും കാര്യങ്ങളും കഴിക്കുന്നതിൻ്റെയാണ്. പിന്നെ സുധിമോൻ, അമ്മ, ഇവരൊക്കെയാണ് എന്താണ് മോസ്റ്റ് ചാറ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് സ്റ്റോറേജ് യൂസേജിൻ്റെ ബേസിസിൽ വാട്സപ്പിൽ വന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫേവറേറ്റ് ആപ്പ് ഇൻ യുവർ ഫോണാണ്. ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ് ആണ് ഫേവറേറ്റ് ആപ്സ്. കാരണം വാട്സപ്പ് ഫേവറേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതാണ് എനിക്ക് വാട്സപ്പിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ എന്താണ്, അത് തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. ഫേവറേറ്റ് ആപ്സ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്സാപ്പിൽ പിൻഡ് കോണ്ടാക്ട്സ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ പിൻഡ് കോണ്ടാക്ട്സ് ഉണ്ട്. അത് സുദിൻ, നന്ദു, അപ്പു, ഇവരെ 3 പേരാണ് വാട്സാപ്പിലെ പിൻഡ് കോണ്ടാക്ട്സ്. പിന്നെ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേട്ടൻ ഏത് ആപ്പാണ് എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫോണിനകത്ത് എഡിറ്റിങ്ങിന് യൂസ് ആക്കുന്ന ആപ്സ് എല്ലാം കൂടി ഒരു ഫോൾഡറിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ആക്കുന്ന VNഉം ഇൻഷോട്ടും തന്നെയാണ്. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ആക്കുന്നത് VN തന്നെയാണ്. VNഉം ഇൻഷോട്ടും തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിച്ച് സിം ആർ യു യൂസിങ് ആണ്. ഞാൻ യൂസ് ആക്കുന്നത് ജിയോയും BSNLും ആണ്. ടോപ്പിൽ കാണാൻ പറ്റും, ജിയോയും BSNLും ആണ് ഞാൻ യൂസ് ആക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായെന്ന് വെച്ചാൽ ചേട്ടൻ ഏത് ഫോൺ കേസ് ആണ് യൂസ് ആക്കുന്നത്. ഫോൺ കേസ് ഒന്ന് കാണിക്കാവോ, ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഫോൺ കേസ് ഇതാണ്. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊളാബറേഷൻ വന്നതാണ്. ഒരു സൈറ്റിൽ നിന്ന് സ്വാപ്വി എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് കൊളാബറേഷൻ കിട്ടിയ കേസാണ്. നല്ല കേസാണ് ഇത്. കാരണം ഇപ്പം ഞാൻ ഇട്ടിട്ട് കുറേ നാളായി, നല്ല റഫ്യൂസ് ആണ് ഈ ഫോണ്. എന്നിട്ടും സ്ക്രാച്ചസും പാടും ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. നല്ലൊരു കേസാണ്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ പോയി മേടിച്ചോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ലിസണിന്റെ മ്യൂസിക് ആണ്. അപ്പൊ ഞാൻ കൂടുതലും പാട്ട് കേൾക്കാറുള്ളത് ഗാനയിൽ നിന്നും ജിയോ സാവനിൽ നിന്നുമാണ് കേൾക്കാറ്. ഞാൻ ഫോണിനകത്ത് മ്യൂസിക്സ് ഒന്നും സേവ് ആക്കിയിട്ടില്ല. ഞാൻ ഓൺലൈൻ വഴി കയറി കേൾക്കാറ് തന്നെയാണ് പതിവ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി കേൾക്കും. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് കേട്ടത് ജിയോ സാവനിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ജിയോ സാവൻ ഓപ്പൺ ആക്കുമ്പോൾ താഴെ വരുമല്ലോ ഞാൻ ലാസ്റ്റ് കേട്ടപ്പോൾ. ഓക്കെ, ഞാൻ ദിൽ ബച്ചാരയിലെ മേരാ നാം കിസി എന്ന് പറയുന്ന സോങ്ങാണ് ലാസ്റ്റ് കേട്ട സോങ്, ദിൽ ബച്ചാരയിലെ സോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കോൾഡ് പേഴ്സൺ ഇൻ യുവർ കോൾ ലിസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനത് ചെക്ക് ചെയ്യാനായിട്ട് കോൾ ലോഗ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സുതിമോനാണ് ഫസ്റ്റ് വന്നത്. അതിൻ്റെ താഴെ സുധിൻ അമ്മ. രണ്ടും ഒരു സെയിം ആളാണ്, അവൻ്റെ അമ്മയുടെ നമ്പറിൽ വിളിക്കുന്നതാണ്. 559 + 79 കോൾസും 16 + 8 മണിക്കൂറാണ് സംസാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പു ആണ്, രണ്ടുപേരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് കഴിഞ്ഞാൽ തൃപ്തി ചേച്ചിയാണ്, അത് അപ്പുവിൻ്റെ ചേച്ചിയാണ്. അൻസനും എൻ്റെ വൺ ഓഫ് മൈ ഫ്രണ്ടാണ്. പിന്നെ അനു ആണ്. ഇതാണ് എൻ്റെ എന്താ പറയുക ഏറ്റവും കൂടുതൽ മോസ്റ്റ് പേഴ്സൺ എന്തെന്ന ക്വസ്റ്റ്യൻ മോസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി, ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. പിന്നെ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ചേട്ടൻ ഗെയിം കളിക്കാറുണ്ടോ, കളിക്കുന്നെങ്കിൽ ഏത് ഗെയിമാണ് കളിക്കാറെന്നാണ്. ഞാൻ ശരിക്കും ഗെയിം കളിക്കാറില്ല, പക്ഷേ കളിക്കും. അത് സംഭവം അങ്ങനെ കളിക്കുന്നതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് കളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പബ്ജി ലൈറ്റ് കളിക്കാറുണ്ട്. ഇതിനകത്ത് പബ്ജി ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഓവറായിട്ട് കളിക്കലൊന്നുമില്ല. കളിക്കും ഇടയ്ക്ക് എന്തെങ്കിലും അവൻ പറയുന്നെങ്കിൽ മാത്രം കയറി കളിക്കും. പബ്ജി ലൈറ്റ് കളിക്കാറുണ്ട്. അടുത്ത എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ എത്ര എന്താ പറയുക സ്റ്റാറ്റസ് വ്യൂസ് ഉണ്ടെന്നായിരുന്നു. അപ്പം വാട്സപ്പിൽ എനിക്ക് സ്റ്റാറ്റസ് വ്യൂസ് അറൗണ്ട് 400 ആണ്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ ഇട്ടൊരു സ്റ്റാറ്റസ് ആണ്. അതിന് 349 വ്യൂസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഇനിയൊരു 400-450 അതിനകത്ത് നിൽക്കും എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് വ്യൂസ്. ഇതിന് എനിക്ക് വന്ന ടിപ്പിക്കലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, ചേട്ടൻ്റെ ഫോണിൽ ഏതൊക്കെ പേയ്മെൻറ്റ് ആപ്സ് ഉണ്ട് എന്ന് പറയാമോ എന്ന്. പേയ്മെൻറ്റ് ആപ്സ് ഒക്കെ ചോദിക്കുക. അപ്പോൾ എൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ ഉള്ളത് ഗൂഗിൾ പേ ആണ്. പക്ഷെ ഞാൻ ഗൂഗിൾ പേ അധികം യൂസ് ആക്കാറില്ല. ഞാൻ എല്ലാം എൻ്റെ ബാങ്കിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും യൂസ് ആക്കാറ്. മണി ട്രാൻസ്ഫറിനായാലും റിസീവ് ചെയ്യാനായാലും എന്തിനായാലും ഞാൻ ബാങ്കിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും യൂസ് ആക്കാറ്. പിന്നെ എനിക്ക് വന്നതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഫോണിൽ ഇന്ത്യയിൽ ബാൻ ചെയ്ത എത്ര ആപ്സ് നിലവിലുണ്ടെന്നാണ്. അപ്പം ഫോണിനകത്ത് ഇപ്പം ബാൻ ചെയ്ത ആപ്സ് നിലവിൽ ക്യാം സ്കാനർ 1, UC ബ്രൗസർ 2, ടിക്ടോക്ക് 3, ഷെയർ ചാറ്റ് 4, പബ്ജി മൊബൈൽ ലൈറ്റ് 5. പിന്നെ അതിൽ ആപ്പ് ബാൻ ചെയ്തായിരുന്നു? ഇല്ല. ബാക്കി എല്ലാ ആപ്സും ലീഗൽ ആപ്സാണ്. അപ്പോൾ അടുത്തത് എനിക്ക് വന്നതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ചില ടിക്ടോക്ക് ഇപ്പോഴും ഫോണിലുണ്ടോ പ്ലസ് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് വീഡിയോസ് ചെയ്യുന്നതെന്നായിരുന്നു. അപ്പം ടിക്ടോക്ക് ഇപ്പോഴും ഫോണിനകത്തുണ്ട്, കാരണം അത് എടുത്ത് കളയാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അപ്പം ഞാൻ എടുത്ത് ഇതുവരെയും കളഞ്ഞിട്ടില്ല. എൻ്റെ ഫോണിനകത്തും ടിക്ടോക്ക് ഉണ്ട്. പിന്നെ ഉള്ളത് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മോജും ഫെയർടോക്കും ആണ് കറന്റ് വീഡിയോസ് ചെയ്യുന്ന ആപ്പ്. ഞാൻ മോജിൻ്റെയും ഫെയർടോക്കിൻ്റെയും ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പ്ലസ് എന്നെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ഫോളോ മീ ഓൺ മോജ് ആൻഡ് ഫെയർടോക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 250ക്ക് മുകളിൽ ക്വസ്റ്റ്യൻസ് വന്നു. അതിന് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താണ് ഞാൻ ആൻസർ ചെയ്തേക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കോമൺ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം സോർട്ട് ചെയ്തും കുറേ കോമൺ ക്വസ്റ്റ്യൻസിൽ സോർട്ട് ചെയ്തൊക്കെയാണ് ഞാൻ ആൻസർ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലസ് എന്തെങ്കിലും ഫീഡ്ബാക്സ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ടു പ്രസ് ദ ബെൽ ബട്ടൺ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ സുബിൻ സൈനിങ് ഔട്ട്. ടാറ്റാ.